ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഏറ്റവും പഴയ വഴിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വഴി നമ്മുടെ ദൈവത്തോളം പഴക്കമുള്ള വഴിയാണ്. ആയതിനാൽ ഈ വഴിയിൽ നമുക്ക് പോകുവാൻ യാതൊരു സങ്കോചത്തിൻ്റെയും ആവശ്യകതയില്ല. അത് കർത്താവിൻ്റെ വഴിയാകയാൽ ആ വഴി നമുക്കും അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഏറ്റവും വലിയ ഒരു പെരുവഴിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ പെരുവഴി വിശുദ്ധ വഴിയായി മാറുകയാണ്. ഈ വഴിയിൽ അശുദ്ധൻ കയറുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ മാത്രം കടന്നു പോകുന്ന ഒരു വഴിയാണ് വിശുദ്ധ വഴി എന്ന് പറയുന്നത്. ആ വിശുദ്ധ വഴിയിലൂടെ പോകുന്ന മുടന്തൻ ചാടുകയും തുള്ളുകയും കുരുടൻ കാണുകയും ചെകിടൻ കേൾക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്കിവിടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ സങ്കീർത്തനം 107-ൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ചൊവ്വയുള്ള ഒരു വഴിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ കാനാൻ യാത്രയിൽ ദൈവം അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി അവരാഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. നമ്മെയും അവൻ ഈ വഴിയിലൂടെ നടത്തും. നമ്മളും ആഗ്രഹിക്കുന്ന ആ തുറമുഖത്ത് നമ്മളെ എത്തിക്കും. 107-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അതെ, നാം എത്തേണ്ട സ്ഥാനത്ത് നമ്മളെ എത്തിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമുക്ക് വിശാലത വരുത്തുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ നമ്മെ തുറന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായി നമ്മെ നടത്തുന്ന ആ ദൈവത്തിൻ്റെ വഴിയാണ് ചൊവ്വയുള്ള വഴിയെന്ന് പറയുന്നത്. 2 പത്രോസ് 2:15 നീതിയുടെ വഴി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നെ കൂടാതെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വഴിയല്ലാതെ വേറൊരു വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയില്ല. അവൻ നീതിയോടെ വരികയും നീതിയോടെ ന്യായം വിധിക്കുകയും ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്കും നീതിയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ സങ്കീർത്തനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നീതിമാന്മാരുടെ വഴിയെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ലോകരക്ഷനെ അറിയുന്ന ജനം നീതിമാന്മാരാണ്. അവരുടെ വഴിയും ഓരോ കാൽവെപ്പും ദൈവം അറിയുന്നു. വഴിതെറ്റിയാൽ പരിശുദ്ധാത്മാവ് ആ വഴി ഇതിലെയെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. അതെ, ദൈവമക്കളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന, ദൈവമക്കളുടെ തെറ്റുകളെ തിരുത്തുന്ന, അവർ തെറ്റിപ്പോകുന്ന വഴിയെ അവർക്ക് ഉപദേശിച്ച് അവർ നടക്കേണ്ട വഴിയിലൂടെ നടത്തുന്ന ആ ദൈവത്തിൻ്റെ ആ വഴികളിലൂടെ ദിവസങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. കർത്താവ് നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.